ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുയൽ ചെവിയൻ സമൂലമരച്ച് മോരിൽ ചേർത്ത് കുടിച്ചാൽ എന്തിന് ഗുണം ചെയ്യും? രക്താർശസ് രോഗം ശമിപ്പിക്കും. മുക്കൂറ്റി സമൂലമരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ എന്തിനെ ശമിപ്പിക്കും? തലവേദന ശമിപ്പിക്കും. ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ ആട്ടിൻപാൽ ചേർത്ത് കാച്ചി കുടിച്ചാൽ എന്തിനെ കുറയ്ക്കും? ആസ്മ രോഗത്തെ കുറയ്ക്കും. ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് എന്തിന് നല്ലതാണ്? അമിതവണ്ണം കുറയ്ക്കാം. അമൃതിൻ നീര്, നെല്ലിക്ക നീര്, മഞ്ഞൾപ്പൊടി ഇവ മൂന്നും 10 മില്ലി വീതം വെറും വയറ്റിൽ കഴിച്ചാൽ ഏത് രോഗത്തിനെ കുറയ്ക്കാം? ഉത്തരം പ്രമേഹത്തിനെ കുറയ്ക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സിദ്ധൌഷധമായി ഉപയോഗിക്കുന്നത് ഏത് സസ്യമാണ്? സർപ്പഗന്ധി സസ്യം. വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം ക്ഷയരോഗം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാല അസർ എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? ഉത്തരം സ്ത്രീ അണ്ഡം. ഏറ്റവും ആരോഗ്യത്തിന് ഉത്തമമായ മുട്ട ഏതാണ്? ഉത്തരം കാടമുട്ടയുടെ ഉപയോഗം. രക്തസ്രാവം നിർത്താൻ ഉത്തമമെന്ന് തെളിയിക്കപ്പെട്ടത് എന്താണ്? ഉത്തരം വറ്റൽമുളകിൻ്റെ ഉപയോഗം. മൂത്രക്കല്ല് ഇല്ലാതാക്കാൻ ഫലപ്രദമായ പഴം ഏതാണ്? ഉത്തരം നാരങ്ങയുടെ ഉപയോഗം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത്? ഉത്തരം ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത്. കിഡ്നി സ്റ്റോൺ, അസ്ഥിക്ഷയം, BP എന്നിവയ്ക്ക് ഉപയോഗിക്കേണ്ട ഭക്ഷണം? ഉത്തരം ഗോതമ്പിൻ്റെ ഉപയോഗം ഉത്തമം. അർബുദ രോഗത്തിന് സഹായകമായ പച്ചക്കറികൾ ഏതെല്ലാം? ഉത്തരം പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ പച്ചച്ചീര, ബീൻസ്, മഞ്ഞ നിറത്തിലുള്ള കാപ്സിക്കം, ക്യാരറ്റ്, കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി മുതലായ. ഓറഞ്ചിൻ്റെ കൂടെ അമിതമായി കഴിച്ചാൽ വൃക്ക തകരാറാക്കുന്നത് ഏത് പച്ചക്കറിയാണ്? ഉത്തരം ക്യാരറ്റ് കഴിക്കുന്നത്. സാധാരണ ജലദോഷത്തിൽ വരുന്ന ഒരു രോഗം എന്താണ്? ഉത്തരം ചുമ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഉറക്കക്കല്ലിനെ ഇല്ലാതാക്കാൻ ദിവസവും കഴിക്കേണ്ട പ്രയോജനകരമായ പാനീയം ഏതാണ്? ഉത്തരം ഇളനീർ കുടിക്കുന്നത് ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ശരീരത്തിൽ പടർന്നു പിടിക്കുന്ന ക്യാൻസറിൻ്റെ പേരെന്താണ്? ഉത്തരം മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. രാത്രിയിൽ അമിതമായ വിശപ്പ് തോന്നുകയാണെങ്കിൽ കഴിക്കേണ്ടത് എന്താണ്? ഉത്തരം ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ജീവിതശൈലിയിൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്നത് എന്താണ്? ഉത്തരം കഫം കൊണ്ടുള്ള പ്രശ്നം ആണെന്നുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കഫത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഔഷധവിധി എന്താണ്? ഉത്തരം കടുക്കാത്തോട്, ചുക്ക്, തിപ്പലി എന്നിവ പിടിച്ച് പനഞ്ചക്കര ചേർത്ത് കൂടെ 3 സ്പൂൺ തേൻ ചേർത്ത് 5 ഗ്രാം വീതം രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം 7 ദിവസം കഴിക്കും. ചക്കപ്പഴം കഴിച്ച് ദഹനക്കേട് വന്നാൽ എന്താണ് പ്രതിവിധി? ഉത്തരം ഉപ്പുവെള്ളം അല്ലെങ്കിൽ മോര് കുടിക്കുക.
രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ്? ഉത്തരം പച്ച നേന്ത്രപ്പഴം കഴിക്കുന്നത് ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കിഡ്നിയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു തുടങ്ങുന്നത് ഏത് വയസ്സ് മുതലാണ്? ഉത്തരം 30 വയസ്സ് മുതൽ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.